മഴക്കാലത്ത് ഇടിവെട്ടുന്ന സമയത്താണ് കൂൺ മുളച്ച് വരുന്നതെന്ന് വീട്ടിലെ അപ്പനും അമ്മയും അമ്മാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ സീസണലായി കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു കൂൺ അഥവാ മഷ്റൂം. പക്ഷേ ഇന്നത്തെ കാലത്ത് മഷ്റൂമിന് സീസൺ ഉണ്ടോ? ഇല്ലല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി കൂടി. നമുക്ക് ഏത് സീസണിലും മഷ്റൂം കിട്ടും. അത് ഇടിവെട്ടി മുളച്ച് വരുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ അറിഞ്ഞു വയ്ക്കാറുണ്ട്. പറഞ്ഞു വരുന്നത്, എനിക്കിഷ്ടപ്പെട്ട ഐറ്റംസിൽ ഒന്നാണ് മഷ്റൂം. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മഷ്റൂം നാച്ചുറൽ അല്ലാത്തത് കൊണ്ടും മനുഷ്യർ സ്വയം വികസിപ്പിച്ചെടുക്കുന്നതായതുകൊണ്ടും നമ്മൾ കഴിക്കുന്ന മഷ്റൂമിന് ദോഷത്തെക്കാൾ ഏറെ ഗുണങ്ങൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. അതെന്തൊക്കെയാണെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന് കാലറീസ് കുറവാണ്, അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീയും ആണ്, കൊളസ്ട്രോൾ ഫ്രീയും ആണ്. പിന്നെ ഇതൊരു ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഗട്ട് ഹെൽത്തും അതുപോലെ ബോൺ ഹെൽത്തിനൊക്കെ ഉപകാരമുള്ളതാണ് ഈ മഷ്റൂം. ഇതിൽ ഫൈബറും വാട്ടർ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഫുള്ളായിട്ടുള്ള പോലെ തോന്നും. എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ഫുഡിൽ നിന്ന് മീറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് മഷ്റൂം യൂസ് ചെയ്യാം. കാലറീസ് കുറവാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കൊളസ്ട്രോളും പിടിച്ച് ബീഫൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എസ്പെഷ്യലി എൻ്റെ റെസിപ്പി. കൊളസ്ട്രോൾ പേഷ്യൻസിന് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഈ റെസിപ്പി കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് ഞാൻ സ്വയമായിട്ട് തയ്യാറാക്കിയതാണ്. അതെ, മഷ്റൂം പെപ്പർ ഫ്രൈ. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത റെസിപ്പി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതിനു മുൻപൊക്കെ ഞാൻ മഷ്റൂം കഴിച്ചുകൊണ്ടിരുന്നത് വേറെ കറിയുടെ രൂപത്തിലാണ്. അതൊന്നും ഈ റെസിപ്പിയുടെ അത്രയൊന്നും വന്നിട്ടില്ല. മഷ്റൂം ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാനതിൽ വേറൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചത്. അതെന്തായാലും പാളിയില്ല, സക്സസ്ഫുള്ളായി. മഷ്റൂം പെപ്പർ ഫ്രൈ എൻ്റെ ഫേവറേറ്റ്സിൽ ഇടം പിടിച്ചു എന്ന് തന്നെ പറയാം. മഷ്റൂം ഇതുവരെ കഴിക്കാത്തവരോ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തവരോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യു ഗായ്സ് വിൽ ലവ് ഇറ്റ്. ഞാൻ ഗ്യാരണ്ടി, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യാനും അഭിപ്രായം പറയാനും ഇൻഗ്രീഡിയൻസും റെസിപ്പീൻ്റെയും കാര്യം പറയാതെ കഥയാണല്ലോ മൊത്തം പറയുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് എന്തായാലും അറിയിക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല, നല്ല അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ഫേവറേറ്റ്സിൽ ഇടം പിടിച്ച മഷ്റൂം പെപ്പർ ഫ്രൈ നിങ്ങളുടെ ഫേവറേറ്റ്സിൽ എത്തിയോ എന്നറിയാലോ. എനിക്കറിയാം നിങ്ങൾ ആലോചിക്കുന്നത് മഷ്റൂമിനപ്പം ദോശ ഇല്ലയെന്നല്ലേ. ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോഷത്തെക്കാളേറെ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഗുണം എടുത്ത് പറയാൻ കാരണം. നമുക്കിഷ്ടപ്പെട്ട കാര്യത്തിൻ്റെ നല്ല വശങ്ങളല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്കറിയാം എല്ലാത്തിനും ഗുണവും ദോഷമുണ്ട്. ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാതിരിക്കൊന്നും വേണ്ട. അതിൻ്റെ ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.